ദാസന്മാർക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് ഭാവനയുടെ പേര് എന്നെ നീ തല്ലല്ലേ. സ്തോത്രം. വളരെ നാളായി ഞാൻ എൻ്റെ അനുഭവസാക്ഷി നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഹതഭാഗ്യനായ എനിക്ക് അതിനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്കും എപ്പോഴും ആവേശമുണ്ടാകാറുണ്ട്. പക്ഷെ എനിക്ക് സാക്ഷ്യം പറയുവാൻ ഇത് അനുവാദം തന്നിട്ടില്ലല്ലോ. കാര്യം ഇതൊക്കെയാണെങ്കിലും ഞാൻ ഇന്നുവരെ ഒരു സഭായോഗവും മുടക്കിയിട്ടില്ല. ഞാൻ പങ്കെടുക്കാത്ത ഒരു കൂട്ടായ്മയും ഇല്ല. ഞാൻ ആദ്യം സഭയിൽ വന്ന ദിവസം എല്ലാവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ എല്ലാവർക്കും വലിയ കാര്യമല്ല. പുതിയ പലരും ഇന്ന് വന്നിട്ടുണ്ട്. അമേരിക്കക്കാരനായ ഓർഗനും ഗിറ്റാറും കലമ്പൽ കൂട്ടുന്ന ഡ്രംസെറ്റും ഒക്കെയാണ് പുതിയ പാർട്ടികൾ. ഒരു വിൽപ്പനശാലയുടെ അകത്ത മുറിയിലാണ് ഞാൻ ജനിച്ചത്. അതിൻ്റെ മാനേജർ എന്നെ നിറം പിടിപ്പിച്ച് മോടിയിലാക്കി ആ കടയിൽ എന്നെ വിൽപ്പനയ്ക്ക് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ ദാസൻ വന്ന് വിലപേശി എന്നെ വാങ്ങി. എൻ്റെ പള്ളയ്ക്ക് 2 തല്ലും തന്നു. ഫോറിൻ മണമുള്ള നോട്ട് എണ്ണിക്കൊടുത്തു എന്നെ വാങ്ങി. അങ്ങനെയാണ് ഞാൻ പെന്തക്കോസ്തുകാരനായത്. എൻ്റെ കുടുംബത്തിൽ പിറന്ന അനേകരും ഇന്ന് അവരിൽ പലരും വിദേശത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കുടുംബക്കാർ മിക്കവാറും ജനനമെടുത്തത് കുമ്പനാടാണ്. കാര്യമായ കയറ്റുമതി ഇല്ലെങ്കിലും കുമ്പനാടിന് വിദേശ നാണ്യം നേടിക്കൊടുത്തതിൽ ഞങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും പെന്തക്കോസ്തിലാണ്. ചിലർ മാത്രമേ സമുദായത്തിലുള്ളൂ. പെന്തക്കോസ്തുകാരുടെ യോഗത്തിൽ ഞാനുണ്ടെങ്കിലേ ഉണർവുള്ളൂ. കേരളത്തിലെ പെന്തക്കോസ്ത് പ്രവർത്തനത്തിൻ്റെ ആരംഭം മുതൽ ഞങ്ങൾ പെന്തക്കോസ്ത് യോഗത്തിൽ ഗണ്യമായ സ്ഥാനമുണ്ട്. യോഗം നടത്തുന്നതിന് മുമ്പ് എൻ്റെ പള്ളയ്ക്ക് 5-6 അടിക്കും. വേദന സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഞാൻ അയ്യോ അയ്യോ എന്ന് കരയും. അത് കേട്ടാണ് വിശ്വാസികൾ പലരും ഓടിയെത്തുന്നത്. പാട്ട് പാടുമ്പോൾ അവർ എന്നെ തുരുതുരെ തല്ലും. പാട്ടിന് സ്പീഡ് കൂടുന്തോറും എൻ്റെ പള്ളയ്ക്കുള്ള തല്ലിനും സ്പീഡ് കൂടും. പാട്ട് ക്ലൈമാക്സിലെത്തുമ്പോൾ ജനം ചലിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും എന്നെ തല്ലുന്ന വിദ്വാൻമാർ ഏതോ മുൻവാരി വൈരാഗ്യം തീർക്കുന്നത് പോലെ സർവശക്തിയും സംഭരിച്ച് എൻ്റെ പള്ളയ്ക്ക് തുരുതുരെ തല്ലും. ജനം അപ്പോഴേക്കും എനിക്കറിയാത്ത ഏതോ ഭാഷയിൽ സംസാരിക്കും. അത് അന്യഭാഷയാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഞാനില്ലെങ്കിൽ ചിലർക്ക് അന്യഭാഷയില്ല. ഒരു ദൈവദാസൻ ഞങ്ങളുടെ പാസ്റ്ററിനോട് പറയുന്നത് കേട്ടു, ഞങ്ങളില്ലാത്തത് കൊണ്ട് അവരുടെ സഭയിൽ ഉണർവില്ലെന്ന്. എനിക്കതിൽ അഭിമാനം തോന്നുന്നു. പക്ഷെ യഥാർത്ഥ പെന്തക്കോസ്ത് നാളിൽ മർക്കോസിൻ്റെ മാളിക മുറികൾ ഞങ്ങളില്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. പാട്ട് പാടുമ്പോഴേ എനിക്ക് സഭയിൽ സ്ഥാനമുള്ളൂ. അത് കഴിഞ്ഞാൽ നിശബ്ദനായിരിക്കാനാണ് വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. പിന്നെ അടുത്ത യോഗം വരെ ഹോളിൽ ഒഴിഞ്ഞ മൂലയിൽ തനിയെ ഞാൻ ഇരിക്കേണ്ടി വരും. പണ്ടൊക്കെ ഏത് കൺവെൻഷനിലും ഞാൻ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളെ കൺവെൻഷനുകളിൽ നിന്ന് മുടക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാനത്ത് ഡ്രംസെറ്റ് കയറി പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ യുവതലമുറയ്ക്ക് ഞങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങളെ ഏത് രീതിയിലും മുടക്കാനാണ് ആധുനികരുടെ ശ്രമം. ഇക്കണക്കിന് പോയാൽ ഞങ്ങളെ അധികം നാളുകൾക്കകം പെന്തക്കോസ്ത് സഭയിൽ നിന്ന് പുറത്താക്കുന്ന ലക്ഷണമാണ്. എന്തു ചെയ്യാൻ, തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഇങ്ങനെ വിധിയെ പഴിച്ച് കഴിയുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേദനയോടെ ആണെങ്കിലും ഞാൻ എൻ്റെ പേര് പറയട്ടെ, തമ്പയർ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. കർത്താവിൻ്റെ വരവിങ്കൽ നിങ്ങൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരല്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.